കടയിലടിച്ചു വെച്ച പോലെ ഉണ്ടല്ലേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അതായത് രാവിലെ തന്നെ ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ഉച്ചക്കത്തെ ഫുഡ് ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ നിന്നും വൈകിട്ടത്തെ ഫുഡ് റിസപ്ഷൻ്റെ അവിടെ നിന്നുമാണ്. അപ്പോൾ ശരത്തേട്ടൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്ലീനിങ്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല, നന്നാവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ശരത്തേട്ടനപ്പം അമ്പാടിയുടെ ടോയ്സ് ഒക്കെ ഇതേ കാർ പോർച്ചിന്റെ അടിയിലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തി പറിച്ചങ്ങ് ഇട്ടേക്കാണ്. എന്ന് ശരത്തേട്ടൻ വന്നാലും ഈ ടോയ്സ് എല്ലാം എടുത്ത് ഈ ഒരു പാർട്ടീഷന്റെ അവിടെയാണ് അമ്പൂസിന്റെ ടോയ്സ് ഒക്കെ കൂടുതൽ വെക്കുന്നത്. അപ്പൊ ശരത്തേട്ടൻ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് എന്തിനാ ഇങ്ങനെ ഇത്രയുമായിട്ട് ടോയ്സ് ഒക്കെ ഇങ്ങനെ ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ പറയണത് ശരത്തേട്ടൻ്റെ പണ്ട് നടക്കാണ്ട് പോയ ആഗ്രഹങ്ങളാണ്. പണ്ട് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് നടന്നിട്ടില്ല, വാങ്ങി തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കൊച്ചിന് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പം എനിക്ക് വാങ്ങിക്കുന്നതായിട്ട് ഞാനും അങ്ങ് കരുതൂന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്പൂന് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ടോയ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ തരത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവനിതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. ശരത്തേട്ടൻ ഒരു വശത്തു നിന്ന് അങ്ങ് അടുക്കുമ്പം അമ്പാടി മറുവശത്തു നിന്ന് ഉഴപ്പുവാണ്. അവൻ ഓരോരോ ഗെയിം കളിക്കലും അതും ഇതുമൊക്കെയാണ്. ഇപ്പോഴത്തെ പുതിയ ഗെയിമാണ് ഈ കാണുന്നത്. ചവിട്ടിയുടെ അടിയിൽ ഉള്ള ടോയ്സ് മുഴുവനും കയറ്റി വെക്കുക. ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കളിയാണെന്നും പറഞ്ഞ്. അപ്പം ശരത്തേട്ടനപ്പുറം തറവാട്ടിലൊക്കെ അമ്പു ടോയ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴുകി എടുത്തു കൊണ്ടുവന്ന് പാർട്ടീഷന്റെ അവിടെ അടുക്കി വെക്കലും ലിവിംഗ് റൂം ഒക്കെ അറേഞ്ച് ചെയ്തിടലുമാണ്. ഞാനിപ്പോൾ വിചാരിച്ചു നമുക്ക് കുറച്ച് തുണിയൊക്കെ മുകളിൽ അലക്കാനുണ്ട്, അത് അലക്കാനിടാന്ന് വിചാരിച്ചേ. അലക്കാനല്ല, അലക്കിയത് വിരിച്ചിടാനാണ് ഉള്ളത്. ഞാൻ ഇന്നലെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടാണ് കിടന്നത്. അപ്പം ഇന്ന് രാവിലെ നന്നായിട്ട് അലക്കി ഉണങ്ങിയൊക്കെ കിടക്കുന്നുണ്ട്. ഇനി അതെടുത്ത് അങ്ങ് വിരിച്ചിട്ടാൽ മതിയേ. അപ്പം ഞങ്ങൾക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹൗസ് വാമിങ്ങിന് ചെല്ലണം. അപ്പോൾ ഇപ്പം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി വേഗം ചടപടാന്ന് പണികളൊക്കെ തീർത്താലേ നടക്കത്തുള്ളൂ. ശരത്തേട്ടന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണമെങ്കിൽ 5 മിനിറ്റ് മുമ്പേ അവിടെ എത്തണം. എന്നാൽ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിപാടിയും കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ എത്തത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് നേരവും വഴക്കുണ്ടാക്കുന്ന ഈ ഒരു കാര്യത്തിനാണ്. എവിടെ പോകണമെങ്കിലും ശരത്തേട്ടൻ നേരത്തെ റെഡിയാവും, ഞാനാണെങ്കിൽ റെഡി ആവത്തുമില്ല. ശരത്തേട്ടൻ റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങുകയും വേണം. അപ്പോൾ വാർക്കപ്പുറത്ത് നമ്മുടെ മാവിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മാങ്ങയും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കമന്റിൽ കണ്ടായിരുന്നു, ആ മാവ് ടെറസിന്റെ മുകളിലേക്ക് കിടക്കുകയാണ്, അത് വെട്ടിക്കളയാൻ. ആകെപ്പാട് ഈ മാവിന് ഒരു കൊമ്പേ ഉള്ളൂ. ആ ഒരു കൊമ്പ് ഈ ടെറസിന്റെ മുകളിലേക്ക്, അത് വെട്ടിക്കളഞ്ഞ പിന്നെ ഈ മാവ് പോയി. അതുകൊണ്ട് പാമ്പൊന്നും വരാണ്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ടെറസിന്റെ മുകളിലേക്ക് മാവിങ്ങനെ ചാഞ്ഞു കിടക്കുന്നതുകൊണ്ട് മാങ്ങയൊക്കെ താഴെ വീണാലും ഒരുപാട് കേടൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാനപ്പം ഈ മാങ്ങ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് പുളി കൊടുക്കുവാണെങ്കിൽ അമ്പു കഴിക്കും. ഇറങ്ങി വന്നപ്പോഴും അവരുടെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, അമ്പാടി സ്റ്റിൽ കളിയിലാണ്. ഞാനപ്പോൾ കൈയോടെ ആ മാങ്ങ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് വീണ്ടും തുണി വിരിച്ചിടാനായിട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഈ ലോകത്തുള്ള ടോയ്സ് മുഴുവൻ എടുത്തോണ്ട് വന്ന് കഴുകി വെച്ചേക്കുന്നതാണ് കാണുന്നത്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് അടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ വെയിലും ചൂടും ഒക്കെയാണ്. അതും കൂടാണ്ട് ഇവിടെ ഒന്നും ഒരു തുള്ളി മരം പോലും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ, നല്ല ചൂടാണ്. ഞാനിപ്പം തുണിയൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് പോവാണെങ്കിൽ വൈകുന്നേരം വന്ന് എടുത്തു വെച്ചാൽ മതിയല്ലോ. പിന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഒന്ന് ഉണങ്ങിയൊക്കെയാണ് കിടക്കുന്നത്. ഇനി ഫുള്ളൊന്ന് വിരിച്ചിട്ടിട്ട് ഒന്ന് അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റി വെയിൽ കൊള്ളിച്ചെടുക്കുവാണെങ്കിൽ നല്ല അലക്കി ഒതുക്കിയൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. പിന്നെ വാഷിംഗ് മെഷീനകത്ത് അങ്ങനെ ഇട്ടാലും കുറച്ച് കഴിയുമ്പം ഒരു മണം വരാൻ തുടങ്ങും. അതായത് ഈ ഒരു നനവും ചൂടും ഈ ഈർപ്പവും ഒക്കെ കൂടി കലർന്നിട്ട് ഒരു മണം വരും. അതുകൊണ്ട് എപ്പോൾ തുണി അലക്കുന്നു അപ്പം തന്നെ മാക്സിമം ഞാൻ എടുത്ത് അഴയിലേക്ക് ഇടാനായിട്ട് നോക്കാറുണ്ട്. ഇവിടെ കൂടുതലും അമ്പുവിൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ്. എനിക്കറിയില്ല കേട്ടോ, ഈ തുണി അലക്കിൽ മാത്രം ഈ വീട്ടിൽ എന്തേരം ചെയ്താലും തീരാത്തൊരു പണിയാണ്. ആകെപ്പാട് 3 പേരേ ഉള്ളൂ, പക്ഷെ 30 പേരുടെ തുണി അലക്കാനുണ്ട്. എനിക്കാണെങ്കിൽ തുണി അലക്കി എനിക്ക് മടുത്ത് തുടങ്ങി. അത്രയ്ക്ക് തുണി അലക്കാനുണ്ട് കേട്ടോ. അമ്പാടിയുടെ കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ കയറി പോകുന്നിടത്താണ് ഇടുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അഴയിൽ ബാക്കി നമുക്കിവിടെ വലിയ നീട്ടമുള്ള അഴയൊന്നുമില്ല, കുഞ്ഞഴയേ ഉള്ളൂ. അപ്പം ഓരോ ഡ്രസ്സും ഇങ്ങനെ ഒതുക്കി മാക്സിമം ഇട്ടാണ് ഞാൻ തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിടാറുള്ളത്. ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടെങ്കിൽ പിന്നെ തീർന്നു,
ഒരു തുള്ളി സ്ഥലം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പും പിന്നെ ഈ ഭിത്തിയിലും ഒക്കെ ഞാനിങ്ങനെ തുണി വിരിച്ചിടാറുണ്ട്. ചില സമയത്ത് നല്ല കാറ്റുള്ള സമയമാണെങ്കിൽ പിന്നെ തീർന്നു. പണ്ട് എൻ്റെ അമ്മ തുണി അലക്കിയിട്ട് വിരിച്ചിടുമ്പം സ്ഥലമൊക്കെ തികയാണ്ട് വന്നാൽ ഇങ്ങനെ ആ തുണി അങ്ങ് വായിൽ കടിച്ചു പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടിട്ട് തുണി വിരിച്ചിട്ടിട്ട് പോവേ. ആ സെയിം കാര്യമാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ അമ്മേനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പോകും കേട്ടോ. നമ്മുടെ അമ്മമാർ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളല്ലേ പകർന്നു തന്നേക്കുന്നത്. രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാങ്ങ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ മാവിലെ മാങ്ങ ചെറുതായിട്ട് പുളിയൊക്കെ മാറി ഇച്ചിരി മധുരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ 2 മാങ്ങയും പറിച്ചു കൂടെ എനിക്ക് പഴുത്ത മാങ്ങയും കിട്ടിയേ. നല്ല പഴുത്ത മാങ്ങയുണ്ട്, പിന്നെ 2 പച്ച മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇത് പച്ചയൊന്നുമല്ല, നന്നായിട്ട് ചൊനച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ചൊനച്ച മാങ്ങ നല്ല പോലെ ഇങ്ങനെ ചെത്തി അഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, എന്നിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് ക്രഷ്ഡ് ചില്ലിയില്ലേ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മാങ്ങയുടെ ആ ഒരു ചാറില്ലേ അതങ്ങ് ഇറങ്ങും, ആ മാങ്ങയുടെ ആ ഒരു നീര്. എന്നിട്ട് നന്നായിട്ട് ഞെരട്ടി അങ്ങ് എടുക്കണം. എന്നിട്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കണം. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. ഞാനത് ഉണ്ടാക്കാൻ പോവാണേ. നിങ്ങളിവിടെ എന്താ പ്ലാൻ? പറ. ഇത് എങ്ങനെ കിടന്നൊരു റൂമാ, വലിച്ചു വാരി. ഇത് എന്ത് എന്നാലും ശരത്തേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങളെ മോനോട് പറ. നൈതിക് ശരത് അവൻ പണ്ട് കളിച്ച കളിയാണെന്നത്, അവന്റെ പണ്ടത്തെ കളി. അമ്പു, നമുക്ക് പഴുത്ത മാങ്ങ കിട്ടിയിടാ അമ്പു. ഹലോ മിസ്റ്റർ. ഓക്കെ, പഴുത്ത മാങ്ങ ആണോ മോന്റെ ഫേവറേറ്റ്? അതാ അമ്മ ചെത്തി തരട്ടെ, അതോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണോ? തണുപ്പിക്കണം, എന്നിട്ട് നമ്മൾ കഴിക്കും അല്ലേ? അത് ചൊനയാ. ആ, എന്റെ അച്ഛന്റെ അടുക്കലും പറക്കലും നിന്ന് തീരുവ് തോന്നണില്ല. പുളിയല്ല. ഇത് അമ്മ ഉപ്പുമുളക് ഇട്ടുണ്ടാക്കാൻ. അമ്പുന് വേണോ ഉപ്പുമുളക് ഇട്ട്? കടിക്കരുത്, ചൊന പറ്റും. ഇതാണ് മാവിന്ന് പറിച്ചോണ്ട് വന്നാ, കഴുകിയിട്ടില്ല. അച്ഛനെ ഹെൽപ്പ് ചെയ്യടാ ഉഴപ്പാണ്ട്. ആ, നല്ല ടേസ്റ്റ് ആണോ ചേട്ടാ? വാ, നല്ല ടേസ്റ്റാ. അമ്പുച്ചാ സൂപ്പർ. കഴിച്ചോക്കെ. ഇല്ല, ഇത് ചേട്ടൻ കഴിക്കും. ഇവിടെ തീരെ എങ്ങനെയുണ്ട്? അമ്പു കഴിച്ചോക്കെ. എന്നാ അമ്മയുടെ നോക്ക്, ഈ സാധനം അമ്പു ഉണ്ടാക്കാൻ പറഞ്ഞതാ. സൂപ്പർ ആണോ അമ്പു? പാറ സത്യസന്ധമായ വാക്കുകൾ പറയൂ അമ്പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നശിച്ചു പോയ എന്റെ താമര അതിശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയിടുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മണിയൊക്കെ കണ്ടു, എല്ലാം വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആമ്പലിൽ വല്ലപ്പോഴും പൂ ഉണ്ടാവത്തുള്ളൂ. നല്ല രസമല്ലേ എൻ്റെ പൂക്കൾ കാണാൻ. ഇതിൽ ഞാൻ മുട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. ഇതെൻ്റെ ഫേവററ്റ് ആമ്പലാണ് കേട്ടോ. ഒരു താമരപ്പൂവിൻ്റെ ഫീല് തോന്നുന്നില്ലേ? എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഗപ്പിക്കുട്ടന്മാർ തുള്ളിക്കളിക്കലാണ് തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കൊളാബായിട്ട് കിട്ടി പൂവുണ്ടായ ആമ്പൽ. ഇത് കാണാനും വളരെ ഭംഗിയാണ്. നല്ല തീക്കട്ട പിങ്ക് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കുഞ്ഞു പോട്ടിലാണ് കേട്ടോ ഇത് നട്ടേക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. അങ്ങനെ വീടിന് ചുറ്റുമുള്ള കറക്കവും വീട്ടിലെ കുറച്ച് പരിപാടികളും പണികളും ഒക്കെ തീർത്തു. ഇനി ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോവാൻ റെഡി ആവുകയാണ്. അപ്പോൾ ശരത്തേട്ടൻ എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തരുവാണ്. എപ്പോഴും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തരുന്ന ശരത്തേട്ടനാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഡ്രസ്സൊന്നും അയൺ ചെയ്യാറേ ഇല്ല.
ബട്ട് ശരത്തേന് നല്ല നിർബന്ധമുണ്ട് അയൺ ചെയ്ത് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണമെന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ അങ്ങനെ ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നാമത് നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നതൊക്കെ തന്നെയാണ് നല്ലത്. ഇത്രയും ചൂടത്ത് എനിക്ക് പിന്നെ മുടി അഴിച്ചിട്ടിട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നേ. ഒന്നാമത്തെ കാര്യം, എനിക്ക് നീട്ടമുള്ള മുടി ആയതുകൊണ്ട് ഈ മുടി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയുമില്ല. മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് ദേഹമൊക്കെ കൊണ്ട് വിയർത്ത് എനിക്ക് മുടിയും ദേഹത്ത് ഒട്ടണ പോലും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മുടിയുള്ള എനിക്ക് വേറെ ഒരു എന്താ പറയുക ഹെയർ സ്റ്റൈലും അറിയില്ല. ഒന്നെങ്കിൽ അഴിച്ചിടുക, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കുക. കെട്ടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടി കമത്തിയ ഫീലൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് അഴിച്ചിട്ടതാണ്. അത് ഞാൻ കെട്ടിവെക്കുകയാണ് ചെയ്തത്. സമയം പോയി വേഗമായോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് തറവാട്ടിൽ നിന്ന് അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരത്തേനെ അതിന്റെ ധൃതി പിടിച്ച് വാ വിളിക്കുന്നു, നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഡോറൊക്കെ അടച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. എവിടെ ഇറങ്ങണമെങ്കിലും അമ്പാടി നല്ല ലാഗ് എടുപ്പിക്കുവേ. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ച് വലിച്ചാണ് കേട്ടോ കൊണ്ടുപോവാൻ ഇറക്കിയത്. ഇറങ്ങുന്ന നേരത്തായിരിക്കും അവൻ എന്തെങ്കിലും ആവശ്യം, എനിക്ക് എൻ്റെ ടോയ് എടുക്കണം, എൻ്റെ ടോയ് പുറത്തിരിക്കുന്നിടത്ത് അകത്ത് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ കാർ എന്ത് ചെയ്യേ, അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാണ്. അങ്ങനെ ഞങ്ങള് ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലെത്തി. അടിപൊളി ഒരു വീടാണ് കേട്ടോ. എന്താ പറയാ, ഭയങ്കര നല്ലൊരു ബഡ്ജറ്റിൽ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തിട്ടുള്ളൊരു വീട്. ഈ ഒരു ബാൽക്കണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെടികൾ നട്ട് ഇവിടെ അടിപൊളിയാക്കാം എന്നൊക്കെയാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. ടൈലാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പൊ ഈ വീടൊക്കെ പണിയുന്നവർക്ക് ഈ എന്റെ കുഞ്ഞു ചെറിയ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടൂല. അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. പെട്ടെന്നൊരു ഓടിച്ചൊരു എടുക്കല് അത്രേ ഉള്ളൂ. ഇവിടെ നല്ല അടിപൊളി ഒരു വലിയ മിററുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ വീട്ടിലില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ പണിയൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലൊക്കെ ഹൗസ് വാമിങ്ങിനൊക്കെ വിളിച്ചാൽ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ടേ നമ്മളുടെ വീട്ടിൽ ഇല്ലാത്ത എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊള്ളാലോ, നമുക്കിതൊരെണ്ണം നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ശരത്തേനോട് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പോവാനും കാണാനും പുതിയ പുതിയ ഈ വീട് പണിയുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ എനിക്ക് നല്ല താല്പര്യമാണ്. അപ്പം ഞാനും ശരത്തേന്റെ അനിയനും എല്ലാവരും ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുകയാണ്. അമ്പാടി പിന്നെ ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. ഇതവരുടെ ഒരു ഹോളാണ് കേട്ടോ. ആ സൈഡിലായിട്ട് അയൺ ചെയ്യാനായിട്ടൊരു സാധനം വെച്ചിട്ടില്ലേ, ഇത് എനിക്കും ശരിക്കും എൻ്റെ ഡ്രീം ആയിരുന്നു കേട്ടോ. എനിക്കും ഇതൊരെണ്ണം ഫിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളുടെ വീടിന്റെ സ്റ്റെപ്പിന്റെ താഴെയായിട്ട് അവിടെ അയൺ ചെയ്യാനുള്ള പോട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ കുറെ കണക്ഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഒക്കെ കാരണം നമ്മൾ അത് ചെയ്തില്ല. അപ്പൊ അതൊരെണ്ണം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഭാവിയിൽ ഞാൻ എന്തെങ്കിലും അത് ചെയ്യും. അങ്ങനെ അമ്പാടിക്കുട്ടൻ ഇങ്ങനെ ഓടിക്കളിയൊക്കെയാണ്. പക്ഷെ ഭയങ്കര ചൂടാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല ചൂടും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലാണ്. ഞങ്ങളെല്ലാവരും വീടിന്റെ വീടിന്റെ 2ാം നിലയാണ് കേട്ടോ. അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും കണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ദാഹിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഫാമിലിയുടെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഓരോ ഫ്രെയിംസും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും കറങ്ങി കുത്തി അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ശരത്തേനോട് പറയാ, ഇത് നമുക്ക് വീട്ടിൽ ഒരെണ്ണം സെറ്റ് ചെയ്താലോ, ഈ അയൺ ബോക്സ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തരുന്ന ടീംസ് ഉണ്ട്, നമുക്ക് അവരെ വിളിച്ച് സെറ്റ് ചെയ്താലോ എന്നൊക്കെ പറയുകയാണ്. ഇതാണ് കേട്ടോ കിച്ചൺ. ഭയങ്കര ഓപ്പൺ കിച്ചണാണ്, ഭയങ്കര ക്യൂട്ട്. ഇത് അവരുടെ പെൺകുട്ടിയുടെ റൂമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ആ കബോർഡിന്റെ കളറും അതിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് പൂജാ റൂം. എനിക്ക് ഇവിടെ വന്നതിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു പൂജാ റൂമാണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ നല്ല ചൂടും ഭയങ്കരമായിട്ട് വിയർത്ത് ഒഴുകുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.